അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അവസാനത്തെ യൂണിറ്റിലെ ഇസ്ലാമിക് എക്കോണമിക് ഓർഡർ എന്ന ഒരു ടൈറ്റിലിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ ഉപഭോഗം, ഉൽപാദനം, അതേപോലെ അവകാശം, സ്വത്തവകാശം, ഓണർഷിപ്പ്, കൺസംഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ഓണർഷിപ്പ് ഇൻ ഇസ്ലാം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. കൺസംഷൻ ഈസ് ടു ഡിമാൻഡ് ആസ് പ്രൊഡക്ഷൻ ഈസ് ടു സപ്ലൈ. കൺസംഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിമാൻഡാണ്, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വിതരണമാണ്. ഉൽപാദനം നടത്തിയതിനു ശേഷം വിതരണം ചെയ്യും. കൺസംഷൻ ഡിമാൻഡിനനുസരിച്ചാണ് ഉണ്ടാവുക. ദ കൺസ്യൂമേഴ്സ് വാണ്ട്സ് പ്രസന്റ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ആർ ദ ചീഫ് ഇൻസെൻറ്റീവ് ഫോർ ഹിസ് ഓൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. കൺസ്യൂമറുടെ ആവശ്യമാണ് ശരിക്ക് ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യകതകൾ അറിഞ്ഞുകൊണ്ട് ആണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതാണ് എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഒരു ഇൻസെൻറ്റീവ്. ഇസ്ലാം ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ പ്യുവർ മെറ്റീരിയലിസ്റ്റിക് ബെൻഡ് ഓഫ് മോഡേൺ പാറ്റേൺ ഓഫ് കൺസംഷൻ. ആധുനിക കാലഘട്ടത്തിലെ ഒരു മോഡേൺ പാറ്റേൺ ഓഫ് കൺസംഷൻ, ഒരു ഉപഭോഗ സംസ്കാരത്തെ ഇസ്ലാം അത്തരത്തിലുള്ള ഒരു മോഡേൺ കൺസംഷൻ കോൺസെപ്റ്റിനെ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. The ethics of Islamic economics sought to reduce man's present excessive material needs in order to release human energy for spiritual pursuits. ഇസ്ലാമിൻ്റെ നൈതികത ഒരു മനുഷ്യൻ്റെ എക്സസീവായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിരുകവിഞ്ഞ ഭൗതികമായ കാര്യങ്ങളോടുള്ള അല്ലെങ്കിൽ ഭൗതിക ആവശ്യങ്ങളോടുള്ള അയാളുടെ എക്സസീവായിട്ടുള്ള അതിരുകവിഞ്ഞ താല്പര്യത്തെ ഇസ്ലാം അനുകൂലിക്കുന്നില്ല. അത് ഇസ്ലാം അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ വിശ്വാസപരമായ മനുഷ്യൻ്റെ താല്പര്യങ്ങളെ, അതിനെ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള ഭൗതികമായ താല്പര്യങ്ങൾ അത് ഹനിച്ചു കളയും എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിനുള്ളത്. The first rule regarding conception is contained in the verse of Holy Quran. O men, eat the lawful and good things out of what is in the earth. Ya ayyuhan nasu കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ എന്നാണ് സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ ആയത്തിൽ പറയുന്നത്. മനുഷ്യവർഗമേ, നിങ്ങൾ ഭൂമിയിലുള്ളത് നല്ലതും ത്വയ്യിബായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിന് ദ്രോഹമുണ്ടാക്കാത്ത ഭക്ഷണങ്ങൾ, ഹലാൽ നമുക്ക് അനുവദനീയമായത്, മറ്റൊരുത്തൻ്റെ അവകാശം പിടിച്ചു പറിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ലാത്തതോ ആയ ഭക്ഷണങ്ങൾക്കൊന്നും ഹലാൽ എന്ന് പറയില്ല. അതുപോലെ വിരോധിക്കപ്പെട്ട ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഇപ്പം നായ, പന്നി എന്നിവയുടെ മാംസം, മദ്യം, ലഹരി വസ്തുക്കൾ, ഇതെല്ലാം പിന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. ഇത്തരം നിഷിദ്ധമാക്കിയ ഭക്ഷണങ്ങളും ഈ ഹലാലിൻ്റെ ബൗണ്ടറിക്ക് പുറത്താണ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ അധ്വാനത്തിൻ്റെ ഫലവും ഹലാലിൻ്റെ അപ്പുറത്താണ്, അത് ഹലാലല്ല, അപ്പോൾ ഹറാമായി മാറും. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുഷ്ടിപ്പെടുത്താത്ത, ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളും ത്വയ്യിബല്ല. അപ്പോൾ കോള പാനീയങ്ങൾ നമുക്ക് ത്വയ്യിബാണെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെയുള്ള നമ്മുടെ ചില ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശരീരത്തിന് ദ്രോഹമുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും ത്വയ്യിബാണെന്ന് പറയാൻ സാധിക്കില്ല. ദിസ് കണ്ടീഷൻ ക്യാരീസ് ദ ഡബിൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഏർണിംഗ് ലോഫുള്ളി ആൻഡ് നോട്ട് ഹാവിംഗ് ബീൻ പ്രൊഹിബിറ്റഡ് ബൈ ലോ. This condition carries the double significance of earning lawfully and not having been prohibited by law. ഇത് രണ്ട് കാര്യങ്ങളെയാണ് സ്ഥിരപ്പെടുത്തുന്നത്. ഒന്ന്, നിയമപരമായി സമ്പാദിക്കുക. മറ്റൊന്ന്, നിയമമല്ലാത്ത, ഇസ്ലാമിക ശരീഅത്ത് നിരോധിച്ച കാര്യങ്ങളിലൂടെ സമ്പാദിക്കാതിരിക്കുക. In the matter of good and drinks, the prohibitions are blood, the flesh of an animal that had died of itself, the flesh of swine, land, the flesh of an animal on which the name of other than Allah has been invoked, meaning thereby sacrifices made to idol or other gods എന്നാണ്. അതായത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചരക്കുകളും പാനീയങ്ങളും, അത് രക്തം, അത് ഭക്ഷിക്കാൻ പാടില്ല, അത് പാനീയമാക്കാൻ പറ്റില്ല.
ഏത് വസ്തുവിൻ്റെ രക്തമാണെങ്കിലും അത് ഹറാമാണ്. ദ ഫ്ലഷ് ഓഫ് ആൻ ആനിമൽ ദാറ്റ് ഹാഡ് ഡൈഡ് ഇറ്റ് സെൽഫ്, ശവമായ ഒരു മൃഗത്തിൻ്റെ മാംസം. ശവമായിട്ട് അനുവദിക്കപ്പെട്ടത് മത്സ്യവും അതുപോലെ ജറാദും മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഹറാമാണ്. ദ ഫ്ലഷ് ഓഫ് സ്വൈൻ, അതേപോലെ പന്നിയുടെ മാംസം. ദ ഫ്ലഷ് ഓഫ് ആൻ ആനിമൽ ഓൺ വിച്ച് ദ നെയിം ഓഫ് അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ട മറ്റു ഏതെങ്കിലും പ്രതിമകൾക്ക് വേണ്ടിയോ ബിംബങ്ങൾക്ക് വേണ്ടിയോ മറ്റു ദൈവങ്ങൾക്ക് വേണ്ടിയോ ബലിയർപ്പിക്കപ്പെട്ട മാംസം അത് ഭക്ഷിക്കാൻ പാടില്ല. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ല. ആൻഡ് ഓഫറിംഗ് ടു സെയിൻസ് ഓർ എനി ബീയിങ് അതർ ദാൻ അള്ളാഹ്, അള്ളാഹു അല്ലാതെ മറ്റു പുണ്യപുരുഷന്മാർക്കോ അതല്ലെങ്കിൽ മറ്റു സന്യാസിമാർക്കോ വേണ്ടി ഓഫർ ചെയ്യപ്പെട്ട മാംസം. ഫുഡ് ഷുഡ് ബി ഗുഡ് ഓർ ഫിറ്റ് ഫോർ ഈറ്റിംഗ്, നോട്ട് അൺക്ലീൻ ദാറ്റ് ഒഫൻസ് ദ ടേസ്റ്റ്. ഒരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ടാക്കുന്ന, ശുദ്ധിയില്ലാത്ത, വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണങ്ങൾ തൊയ്യിബിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകും. നോ ഫുഡ് ഷുഡ് ബി യൂസ്ഡ് ഇൻ എക്സസ് ആയിട്ട്, ദുർവിനിയോഗമായിട്ട് ഒരു ഫുഡും ഉപയോഗിക്കാൻ പാടില്ല. ദർ ഈസ് നൈദർ ഹറാം നോർ സിൻ ഇൻ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഓഫ് ഗുഡ് തിങ്സ് പ്രൊവൈഡഡ് ബൈ ഗോഡ് ഔട്ട് ഓഫ് ഹിസ് ബെനിഫിഷ്യൻസ്. അള്ളാഹുവിൻ്റെ ഉദാരതയായിട്ട് അനുഗ്രഹമായിട്ട് നൽകിയ ഏത് വസ്തുക്കളും അനുവദനീയമായ വസ്തുക്കൾ ഭക്ഷിക്കുന്നതിനോ പാനം ചെയ്യുന്നതിനോ ഇസ്ലാമിൽ നിരോധമില്ല. പക്ഷേ ഇസ്രാഫ് പാടില്ല എന്നുള്ളതാണ്. സോ ലോങ് ആസ് ദ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ലൈഫ് മേ ബി സസ്റ്റൈൻഡ് ആൻഡ് health promoted for the purpose of carrying out God's will through firm faith in the guidance that he has provided, and righteous action in accordance therewith, which ensures conformity to all his commandments. എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾക്ക് വഴിപ്പെടാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ഇംഗിതത്തിന് വഴിപ്പെടാൻ വേണ്ടി ശരീരത്തിന് ആരോഗ്യമുണ്ടാവണം. അതിനുവേണ്ടി നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ഹറാമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതുമാണ് ഇതിന് താല്പര്യം. ദാറ്റ് വിച്ച് ഈസ് ദ ഹോൾ ഹാംഫുൾ ഈസ് പ്രോഹിബിറ്റഡ് ഓൾ ടുഗെദർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപദ്രവകരമായ എല്ലാ ഭക്ഷണപാനീയങ്ങളും നിരോധിക്കപ്പെട്ടതാണ്. ദ ലാസ്റ്റ് നോട്ട് ലീസ്റ്റ്, ഏറ്റവും അവസാനമായി പറയാനുള്ള എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രിൻസിപ്പിൾ റിഗാർഡിംഗ് കൺസംഷൻ ഇസ് കണ്ടീഷൻ ഓഫ് മൊറാലിറ്റി. ദാറ്റ്സ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഇസ്ലാം സ്റ്റാൻഡ്സ് ഫോർ ഹാപ്പി ബ്ലെൻഡിങ് ഓഫ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് ഓഫ് ലൈഫ്. അപ്പം ഉപഭോഗത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ ധാർമ്മികത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നുള്ളത് എപ്പോഴും ഭൗതികതയും അതേപോലെ ആത്മീയതയുടെയും രണ്ടിൻ്റെയും മൂല്യങ്ങൾ നന്നായി ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ രണ്ടും ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതിൽ നിലകൊള്ളുന്നു. തികഞ്ഞ ഭൗതികവാദമോ അതല്ലെങ്കിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ആത്മീയ വിധികളോ ഇസ്ലാമിലില്ല, അല്ലെങ്കിൽ വിശ്വാസപരമായ വിധികളോ ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. The fundamental principle which is to be kept in view in the process of production is the manifestation of the principle of the economic welfare, which involves the question of morality, education, religion, and many other things. പ്രൊഡക്ഷൻ, ഉൽപാദനം എന്ന പ്രോസസ്സിൽ ഏറ്റവും മൗലികമായ ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും സാമ്പത്തികമായ ക്ഷേമമായിരിക്കണം പ്രൊഡക്ഷൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. സ്വന്തം ലാഭമല്ല, എല്ലാവരുടെയും ക്ഷേമം. വിച്ച് ഇൻവോൾവ്സ് ദ ക്വസ്റ്റ്യൻ ഓഫ് മൊറാലിറ്റി, അതിൽ ധാർമ്മികതയുണ്ടായിരിക്കണം. അതിൽ ധാർമ്മികതയുടെ ചോദ്യം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വിദ്യാഭ്യാസം, മതം ആൻഡ് മെനി അതർ തിങ്സ് എന്ന് പറഞ്ഞാൽ മതപരമായി വിലക്കപ്പെട്ട അല്ലെങ്കിൽ അധാർമികമായ കാര്യങ്ങൾ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിൽ ഉൾപ്പെടാൻ പാടില്ല. മനുഷ്യൻ്റെ ശരീരത്തിന് ഹാനികരമായ വസ്തുക്കൾ പ്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തി ആളുകൾ അറിയാതെ വഞ്ചിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രൊഡക്ഷൻ, അതിലെന്തില്ല, അതിൽ ഈ പറഞ്ഞ വസ്തുതകളൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ധാർമ്മികതയൊന്നുമില്ല. അത്തരം പ്രൊഡക്ഷൻ ഇസ്ലാം അനുകൂലിക്കുന്നില്ല. is for the maximum utilization of resources, both human and material, as well as through the participation of the maximum number of people in the productive process. അത് എങ്ങനെയാണ് ഇസ്ലാം എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് പ്രോസസ്സ് എങ്ങനെയായിരിക്കണം, ഉൽപാദന പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ മാക്സിമം റിസോഴ്സസ് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ആളുകളെ
ഈ പ്രൊഡക്റ്റീവ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തി അവരെയും അതിൽ പങ്കുചേർത്ത് അവരെ ഇതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സിൽ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ദസ് ഇംപ്രൂവ്മെൻറ്റ് in income which can be measured in terms of money, but also improvement in maximizing our satisfaction at minimum efforts, keeping in view the injunctions of Islam on consumption എന്നാണ്. ഈ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം അല്ല, മനുഷ്യൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ച് കൂടുതൽ ഇൻകം ഉണ്ടാക്കുക എന്നുള്ള മാത്രമല്ല പ്രൊഡക്ഷനിൽ ഇസ്ലാമിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ എഫേർട്സ് കുറക്കുന്നതിന് വേണ്ടി മെഷീനറീസൊക്കെ ഉപയോഗിച്ച് എഫേർട്സ് കുറക്കുക. അങ്ങനെ അതേസമയം പിന്നെ അറ്റംപ്റ്റ്സ് ഷുഡ് ബി മെയ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആസ് ചീപ്ലി ആസ് പോസിബിൾ എന്നാണ്. ജനങ്ങൾക്ക് എക്കണോമിക് വെൽഫെയർ ആണല്ലോ ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ട് ഒരു ഗുഡ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ആ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ്. ആൻഡ് എക്സ്പ്ലോയിറ്റ് റിസോഴ്സസ് ബോത്ത് മെറ്റീരിയൽ ആൻഡ് ഹ്യൂമൻ. ഭൗതികമായി തന്നെ റിസോഴ്സുകൾ, വിഭവങ്ങൾ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ, ചൂഷണം ചെയ്യുക, ആ ചൂഷണം ചെയ്യുമ്പോൾ തന്നെ അത് ഹ്യൂമൺ ആയിരിക്കണം. മനുഷ്യൻ്റെ നന്മക്ക്, മനുഷ്യ നന്മക്ക് അല്ലെങ്കിൽ മനുഷ്യ കുലത്തിൻ്റെ നന്മക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ രൂപത്തിലുള്ള പ്രൊഡക്ഷൻ ഒന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സോ ദാറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ സെയിം ക്യാൻ ബി അച്ചീവ്ഡ് ബിക്കോസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ഇൻ എനി ഫോം ഈസ് കണ്ടംപ്ഡ് ഇൻ ഇസ്ലാം. എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലുള്ള വിഭവങ്ങളെ നശിപ്പിക്കലും ഇസ്ലാം അവഗണിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാം അതിനെ വെറുക്കുന്നു. ലാസ്റ്റ്ലി, ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ് വിൽ not merely be interested in increasing the volume of production but also in ensuring participation of maximum number of people in the productive process എന്നാണ്. ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രൊഡക്ഷൻ്റെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അതേസമയത്ത് ആ പ്രൊഡക്റ്റീവ് പ്രോസസ്സിൽ കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുക, അവരതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. The non-use of property is not allowed in Islam. ഇസ്ലാമിൽ ഒരു സമ്പത്ത് വിനിയോഗിക്കാതെ ആർക്കും ഗുണമില്ലാതെ പാഴ്വസ്തുവായി കിടക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. സിൻസ് the non-use of property is wasteful for the owner as well as the community as a whole എന്നാണ്. അതിൻ്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ സമൂഹത്തിന് മൊത്തത്തിലും അങ്ങനെ ഒരു സമ്പത്ത് വേസ്റ്റായി കിടക്കുന്നത് അത് രണ്ടു കൂട്ടർക്കും എന്താണ്, ഒരുപോലെ നഷ്ടമാണ്, വേസ്റ്റാണ്. The Islamic State can intervene and deprive them of ownership by paying suitable compensation. ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഓണർഷിപ്പിലുള്ള സമ്പത്തൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് അതിലിടപെട്ട് അത് വാങ്ങി അതിന് വേണ്ട കോമ്പൻസേഷൻ കൊടുത്ത് അത് പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ ഇസ്ലാമിക് സ്റ്റേറ്റിലെ ഭരണാധികാരിക്ക് അവകാശമുണ്ട്. ഇസ്ലാം സ്റ്റാൻഡ്സ് നോട്ട് ഓൺലി ഫോർ ബാലൻസ്ഡ് ഗ്രൗത്ത് ബട്ട് ആൾസോ ഫോർ ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നാണ്. ഇസ്ലാം ഒരു സന്തുലിതമായ വളർച്ച എന്നതിന് മാത്രമല്ല, ഒരു സമ്പത്തിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും സന്തുലിതമായ വിതരണത്തിലും ഇസ്ലാമിന് എന്തുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദ ഓണർ മസ്റ്റ് പേ സക്കാത്ത് ഇൻ പ്രൊപ്പോർഷൻ ടു ദ പ്രോപ്പർട്ടി ഓൺഡ്. അതുകൊണ്ട് ഓരോ സമ്പന്നനും ഓരോ ഉടമസ്ഥനും തൻ്റെ ഉടമസ്ഥതയിലുള്ള സമ്പത്തിൻ്റെ ഒരു പ്രത്യേക അനുപാതം സക്കാത്തായി നിർബന്ധമായി നൽകേണ്ടതുണ്ട്. സക്കാത്തിന് പുറമെ സ്വതക്കയെയും ഐച്ഛിക ദാനത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. When Islam gives emphasis to the beneficent use of property, it imposes upon the owner of property the duty not to use it in such a way as to cause harm to others or to community. അപ്പം ഒരു പ്രോപ്പർട്ടിയുടെ വളരെ പ്രയോജനകരമായ രീതിയിലുള്ള അതിൻ്റെ ഉപയോഗത്തെ ഇസ്ലാം ഊന്നി പറയുന്നുണ്ടെങ്കിലും ഒരു ഓണർ ഓഫ് പ്രോപ്പർട്ടി ഒരിക്കലും മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ രൂപത്തിൽ തൻ്റെ പ്രോപ്പർട്ടിയെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇസ്ലാം പ്രൊമോട്ട്സ് ദിസ് ബേസിക് മോറൽ കോൺഷ്യൻസ് ബൈ ദ ഫിയർ ഓഫ് ഗോഡ് വിച്ച് ഇൻ പ്രാക്ടീസ് മീൻസ് സ്ക്രപ്പുലസ് അവോയ്ഡൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഇൻ ഓൾ ഷേപ്സ് ആൻഡ് ഫോംസ്. അത് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിലല്ല,
അതൊരു ദൈവികമായ പ്രതിബദ്ധതയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് അയാൾ തൻ്റെ സമ്പത്തിനെ വളരെ ധാർമ്മികമായ ബോധത്തോടു കൂടി ഉപയോഗിക്കുക. അങ്ങനെ ഒരിക്കലും ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ അയാളിൽ നിന്ന് ഇല്ലാതിരിക്കുക എന്നതാണ് അതിൻ്റെ താല്പര്യം. All such unlawful means acquiring property are prohibited as those in the end harm one particular party. ഈ ഒരു പറയുന്ന പിന്നെ നിയമപരമല്ലാത്ത കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ സമ്പത്ത് കൈവശപ്പെടുത്തുകയും നിരോധിച്ച രൂപത്തിൽ സമ്പത്തുണ്ടാക്കുകയും അങ്ങനെ ആ സമ്പത്തിനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ദോഷം ചെയ്യുന്ന രൂപത്തിൽ ഉപയോഗിക്കലുമാണ്. The owner should use the property in balanced way. സമ്പത്തിൻ്റെ ഉടമസ്ഥനാണെങ്കിലും അയാൾ സമ്പത്ത് ഉപയോഗിക്കേണ്ടത് ഒരു സന്തുലിതമായ അവസ്ഥയിലാണ്. ധൂർത്തടിച്ച് കളയുന്നതിനെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. Thus the owner of the property should be neither prodigal nor parsimonious in its use എന്നാണ്. ഒരിക്കലും ഒരു സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ധൂർത്തടിക്കുന്നവനോ അമിതമായി ചെലവഴിക്കുന്നവനോ ആവരുത് എന്നുള്ളതാണ്. Sharia gives emphasis to the use of property for the purpose of securing for the owner due benefits എന്നാണ്. ഒരു പ്രോപ്പർട്ടി ഒരാൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓണർക്ക് അതിൽ സുരക്ഷിതത്വം ഉണ്ടാവണം, അയാൾക്ക് അർഹിക്കുന്ന ലാഭം അതിൽ നിന്ന് കിട്ടണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. The law would guarantee economic, social and political freedom and not subject to financial control എന്നാണ്. ഇസ്ലാമിൻ്റെ നിയമം സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യം ഓരോ വ്യക്തികൾക്കും നൽകുന്നുണ്ട്. ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള അനിയന്ത്രിതമായ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. The due interest of the living will have to be secured by putting the Islamic laws. ഇസ്ലാമിക നിയമങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് എല്ലാ താല്പര്യങ്ങളും എല്ലാ രീതിയിലുള്ള പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടിയും ഉപയോഗിക്കേണ്ടത്. Considering all these factors, it may be repeated that the uniqueness of Islamic concept of property lies in the ethical and moral injunction attached to it എന്നാണ്. ഈ എല്ലാ ഘടകങ്ങളെയും പരിഗണിക്കുമ്പോൾ ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം, ഇസ്ലാമിൻ്റെ ഒരു യുണീക്ക്നെസ് എന്ന് പറയുന്നത്, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഇസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, സാമ്പത്തിക നയം എന്ന് പറയുന്നത്, അത് ഇസ്ലാമിൻ്റെ ധാർമ്മികവും അതേപോലെ നൈതികവുമായ ചില നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. The religion of Islam contains principles which is properly understood and applied. അപ്പോൾ ഇസ്ലാമിന് എന്തുണ്ട്? വ്യക്തമായ നിയമങ്ങളുണ്ട്, അത് കൃത്യമായി മനസ്സിലാക്കുകയും പ്രയോഗവൽക്കരിക്കപ്പെടുകയും വേണം. Can be the best possible solution to the evils of both capitalism and communism and ensure happiness and property, order and justice. അത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് ഏറ്റവും സാധ്യമായ ഒരു സൊല്യൂഷനാണ് മുതലാളിത്ത വ്യവസ്ഥയുടെയും കമ്മ്യൂണിസത്തിൻ്റെയും ഒക്കെ തിന്മകൾക്കുള്ള ഒരു സൊല്യൂഷനാണ്. ആൻഡ് എൻഷുർ ഹാപ്പിനെസ് ആൻഡ് പ്രോപ്പർട്ടി, ഓർഡർ ആൻഡ് ജസ്റ്റിസ്, അത് സന്തോഷവും അതുപോലെ തന്നെ സമ്പത്തും അതുപോലെ തന്നെ നീതി ന്യായവും ഒക്കെ ഉറപ്പു നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ സാമ്പത്തിക നിയമങ്ങൾ, കച്ചവടം ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ, ഉൽപ്പന്നത്തിൻ്റെ നിയമം, അതുപോലെ വാടക കൊടുക്കുമ്പോൾ അത് വാങ്ങുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ, ഇതുപോലെ കച്ചവടവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും പണയപ്പെടുത്തുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ, ഇങ്ങനെ ഒരാൾ കൺസംഷൻ, പ്രൊഡക്ഷൻ, ഈ മേഖലകളിലൊക്കെ ഇസ്ലാമിന് കൃത്യമായ നിയമങ്ങളുണ്ട്. അത് ഒരു എക്കണോമിക് വെൽഫെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അത് മൊത്തം ജനവിഭാഗത്തിൻ്റെ സാമ്പത്തിക ക്ഷേമത്തെ നിലനിർത്തിക്കൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ഒരു ഷോർട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും.